ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളിപ്പം കണ്ണൂരായിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കണ്ണൂരെത്തി. അപ്പോൾ ഇപ്പം അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്ത കാവിൽ എത്രയോ 10 വർഷമായിട്ടായി. എത്രയോ വർഷത്തിന് ശേഷം ഇവിടെ ഉത്സവം നടക്കാൻ പോകുന്ന തെയ്യല്ലുണ്ട്. അതുകൊണ്ട് ഇതുവരെ തെയ്യൊന്നും കാണാത്ത ആളായതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്കിങ്ങനെ അങ്ങനെ കാണാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കാവനിപ്പം ഇറങ്ങി. ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ 12 മണിക്ക് നമുക്ക് ഇവിടെ വരണം. പ്രസാദ സദ്യയുണ്ട്. ആഹാ, വാട്ടേ ഒറിജിനാലിറ്റി. ഞാൻ മേലെ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടി മേലെ കയറി വന്ന് കുറച്ച് സദാ പോലെ നടന്നു വരാൻ പറഞ്ഞു. എല്ലാവരും ഒപ്പരങ്ങ് ഇപ്പൊ സെറ്റായി. ആഹാ, ബാലൻസ് ചെരുപ്പെല്ലാം കയ്യിലാണല്ലോ. കണ്ടോ ഗൈസ്, ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും ഏത് കാടിന്റെ നടുവിലാണ് നമ്മളെ വീട്. പക്ഷെ ഇത് കാടല്ല, ഇതൊരു ചെറിയൊരു ഷോർട്ട്കട്ട്. ഹലോ ഗൈസ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ട് ഗുളികൻ ദൈവത്തിനെ കണ്ടു. ഗുളികൻ തെയ്യം ഉണ്ടായിനു, പൊട്ടൻ തെയ്യം ഉണ്ടായിനു, പിന്നെ ഇന്നലെ വിഷ്ണുമൂർത്തി എല്ലാം ഉണ്ടായിനു അല്ലേ. കൈ പിടിച്ചിട്ട് നമ്മള് കൈ കൊടുത്ത് കുറി വാങ്ങാൻ പോകുമ്പോ കൈ പിടിച്ച് നമ്മളോട് സംസാരിക്കുമല്ലോ, എന്തെങ്കിലും പറയും, നമ്മളോട് ഇങ്ങനെ പറയും. അപ്പൊ നമുക്കൊരു ടെൻഷനാ. കണ്ണൂരാരല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷെ കുഴപ്പമില്ല, മനസ്സിലാവും. അത് അവര് വേറൊരു ഇതില് അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു ഇതാക്കിട്ടാ പറയാം. പക്ഷെ എന്നോട് സന്തോഷല്ലേ ചോദിച്ചു, ഞാൻ ഉണ്ട് പറഞ്ഞു, പക്ഷെ ഇല്ലാന്നുള്ളത് മനസ്സിലായി ഇവർക്ക്. അതാണ് സന്തോഷവും സമാധാനവും രണ്ടും. ഇപ്പൊ നിങ്ങളെ ആയിരിക്കില്ലേ ഈ സന്തോഷ സമാധാനം ഞാൻ കാരണം ഇല്ലാണ്ട്, അങ്ങനെയല്ല കേട്ടോ, മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അതുപോലെ എന്നോട് ഇത് അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അകലേന്നാണോ വരുന്നേന്ന് അങ്ങനെ. അപ്പൊ സിജോട്ടൻ ആദ്യമായിട്ടല്ലേ? സിജോട്ടൻ ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി വന്നു, ഒരു ഫോട്ടോ എടുത്തു, അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ
ഇതായിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഒരു ഉത്സവം കാവിൽ വന്ന് ഉത്സവം കൂടി തെയ്യത്തിന്റെ അടുത്ത് കുറിയണം വാങ്ങുന്ന ആദ്യമായിട്ടല്ലേ. സിജോട്ടന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, ചെറുപ്പകാലം മുതൽ തന്നെയാണ് പരിപാടി. അതെ, കണ്ടോ ചെരുപ്പ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ ഫുഡ് കഴിച്ചില്ല. നമ്മൾ എത്ര മണിക്ക് വന്നു ചേട്ടാ? രാവിലെ 6:45. 6:45. എൻ്റെ കോലം കണ്ട. നാട്ടിൽ നല്ല ചൂടാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നലെ കടന്നുറങ്ങിയത് 3 മണിക്കോ 3:15 3:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. ഓക്കെ, ഇപ്പൊ നമ്മളെ വീട് കാണിച്ചു തരാം. ഇതാണ്ടോ നമ്മള് ഈ കാട്ടിൽ കൂടെ നടന്ന് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ. ഇത് തെയ്യത്തിനൊന്നും വരാത്ത ഒരാള്. ഈ വീട്ടിലെല്ലാരും കുളിച്ചു, ഇവ മാത്രം. ഇവന്റെ കുളിയും കഴിഞ്ഞില്ല, നനയും കഴിഞ്ഞില്ല, പല്ലേപ്പും കഴിഞ്ഞില്ല. നീ ഇപ്പല്ലേ എണീച്ചടാ? ഹായ് ഹായ്. ഇവള് വന്നിട്ടില്ല ഫ്രണ്ട്സ്, ഇവക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഇവള് കണ്ടോ 7-ാം മാസമായി, അത് തുടങ്ങിയോണ്ട് വരാൻ പറ്റില്ല. ഇനി കുഞ്ഞാവേലം വന്നിട്ട് വരാൻ പറ്റുമല്ലോ. നമ്മൾ നെക്സ്റ്റ് ടൈം കുഞ്ഞാവേനെ കൊണ്ടുപോകും. അംഗസംഖ്യ കൂടുന്നു. അതെ, ഇതാണ് പ്രൊഡ്യൂസർ, ഇത് ഡയറക്ടർ, സംവിധാനം. എന്താടാ സംശയമില്ലാതില്ല. ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും ദോശ. പോത്ത് പോലത്തെ കൊറേ എണ്ണം. എന്താ കളിക്കാൻ പോകുന്ന രവിതെ? കുലുക്കിത്തക്കത്തിക്ക് കുലുക്കിത്തക്കത്ത. അതെ, 1:30 വരുവാ. 1:30 അടി ഇല്ലി പേപ്പർ. അച്ചുക്കുട്ടന്റെ കൈ പോലെ. നോക്കട്ടെ എന്താണ്. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. നടുക്കൊന്നു അതിനുശേഷം എന്റെ രാജയോഗം. അല്ലല്ല രവിലെ ഓന്റെ ഓവറാക്കൽ കണ്ടത്. ഓ പറയില്ല എന്നോട്. ഓക്കെ, റിസൾട്ട് അനൗൺസ്മെന്റ്. 19,300 പോയിന്റുമായി പ്രേമ ഫസ്റ്റ്, സപ്തംബരി 200, സുമിത് സെക്കൻഡ്. പിന്നെ 18,600 അച്ചു തേർഡ്. ഇനി അവസാന തോൽവി ഉണ്ടോ ആരെങ്കിലും? ഇനി 17,200 മൂത്ത. 13,450 ഉണ്ട് കേട്ടോ. അഞ്ചാമത്തത്. 12,250 സിജോ. 12,550 ഇവളുണ്ട്, ശ്രീലുണ്ട്. അത് കഴിഞ്ഞിട്ട് 12,250 സിജോട്ട്. പിന്നെ 11,900 പിഞ്ചി. അടുത്തത് 980 ശിവ. സോറി, 900 പറഞ്ഞത്. 9,000. 9,700 രമിത. അവസാനം 8,800 ഏറ്റവും ലാസ്റ്റ് അനു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പരിപാടി ലൈം സോഡ.
ഷോടയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന 2 കുരുന്നു ജീവൻ. താങ്ക് യു. എനിക്ക് വേണം കുറച്ച്. ഇതാണ് ഇവിടുത്തെ ഇതിനെടുക്കുന്നത് അതിന് ഇഷ്ടമല്ല. ഇതാണ് കുർത്തക്കൊട്ട പൂച്ച. ഇത് രണ്ടും ഫ്രണ്ട്സാ. പക്ഷെ ഇത് ഇങ്ങനെ ഒന്നുകൂടി എടുത്തോക്കെ. ചെറുപ്പത്തിൽ ഇത് അമ്മേനെ പോലെ സ്നേഹിച്ചാണ്. ഇത് പെണ്ണാണ്. ഇത് പേരറിയില്ല നിങ്ങൾക്ക് ഗൈസ്. ഇതാണ് നമ്മുടെ ഞോറ. ഞോറ തിരിക്കണേ. ഇതില് പേരാ ഞോറ. നല്ല മോളാണ്, നല്ല മോളാണ്. ഇതെന്താ നല്ല തല്ലിപ്പൊളി പാട്ട്. നല്ല തല്ലിപ്പൊളി പാട്ട്. മുറിച്ചു ഒരു കുടുംബത്തിലെ പിരിവിന്റെ ആള് വന്നിട്ടുണ്ട്. അമ്പലപ്പിരിവാന്നേ. നിങ്ങളെ കമ്മിറ്റിയിലെടുത്താ കാഞ്ചി കാമാക്ഷി അമ്മ ക്ഷേത്രം. ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ആടെന്ന് ആരോ പിരിവ് എന്നും പറഞ്ഞിട്ട് കൂപ്പണും കൊടുത്തിട്ട് ആ മുറിക്കാൻ വേണ്ടി കുടുംബത്തിലെ ആൾക്കാരെ തന്നെ അച്ചുകൊട്ടന്റെ ഒരു നിലയും വിലയും വെച്ച് അച്ചുകൊട്ട 2-3 മുറിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേന്ന്. ഗൈസ് അങ്ങനൊന്നുമില്ല. നമുക്ക് എല്ലാ ദൈവവും ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാവിൽ പോകണമെന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ വെജിറ്റബിൾ ബിരിയാണിയാ പോലും. ബിരിയാണി ആയതുകൊണ്ട് ചൂടത്ത് തിന്നാൻ വേണ്ടി തോന്നില്ല. ഇല്ല, എനിക്ക് ബിരിയാണി ഞാൻ തോന്നില്ല. സാധാ ചോറും സാമ്പാറും ഒരു ക്യാബേജ് വരൻ ഒരു അച്ചാർ, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. നമ്മളിപ്പം വീട്ടിലേക്ക് പോകും. എന്താ വെച്ചാൽ നമ്മളെ സൈലോ അവിടെ ഒറ്റക്കാണ്. സൈലോക്ക് ഫുഡ് കൊടുക്കണം. പാവം. ബൈ ബൈ. ഓ നീ എങ്ങോട്ടാ? രാവിലേക്കാ? ഓക്കെ. നീയോ? നീ ഇവിടെ ഉണ്ടാവൂലേ? ഓക്കെ. ഇവര് ചോറുന്നാൻ പോവാണ്. ഇവൻ നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നാ പോട്ടെ നമ്മള്. കൈ തല എല്ലാ സാധനങ്ങളും ഉള്ളിലിടുക. വാവി അതാ കീ എവിടെ? എങ്ങനെ തുറക്കുക കുഞ്ഞെ? തരൂ. വാ വാ തരൂ. വാ വാ തരൂ. വാ. ഓ എന്റെ അമ്മ, ഇത് പുറത്തൂടത്തെ. തൈലോ അതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഡോറൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നമ്മളെ വീട്ടിലെത്തി. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.